പുതിയ സംഘടന രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല എന്നാണ് PV അൻവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങളെ വിമർശിച്ച PV അൻവർ തമിഴ്നാട്ടിലെ DMK-യുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് നിലവിൽ നീക്കം നടത്തുന്നത്. അൻവറിന്റെ നീക്കങ്ങളുടെ കരുതലോടെയാണ് CPI-ന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതികരണം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടെന്നാണ് PV അൻവറിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം നേതാക്കളുമായി അൻവർ ചർച്ച നടത്തിയിരുന്നു. DMK നിരീക്ഷകർ ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ എന്നാണ് പുതിയ കൂട്ടായ്മയുടെ പേര്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാറായിട്ടില്ലെന്ന് PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിന്റെ ഒരു ഫ്ലോയിൽ നടക്കും. PV അൻവർ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്വഭാവവും രീതിയും മനസ്സിലാക്കിയ ശേഷം UDF നിലപാട് സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ വെച്ച് അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി വരട്ടെ, അതിന്റെ നിലപാടുകളും രൂപവും ഭാവവും ഒക്കെ മനസ്സിലാകട്ടെ, അതിനുശേഷമല്ലേ അതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അൻവറിന്റെ നിലപാടുകൾ ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ വിശ്വാസമാർജിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു സംവിധാനമാണ്. അതുകൊണ്ട് ഈ വരുന്ന ചില നീക്കങ്ങൾ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ഇന്നും PV അൻവർ കടന്നാക്രമിച്ചു. 24 മലപ്പുറം.